വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. ഞങ്ങളുടെ മനക്കിലേക്ക് സ്വാഗതം. ഇതാണ് ജെഫിൻ, ഞങ്ങളുടെ ഹോസ്റ്റലിലെ ആദ്യത്തെ NRI പയ്യൻ. ഇത് ജെഫിൻ്റെ മാത്രം കഥയല്ല കേട്ടോ, ഞങ്ങളുണ്ട്. വരാൻ കുറച്ച് ടൈം എടുക്കും. പുതിയ പയ്യനല്ലേ? സുചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരെങ്ങനെ? ജെഫിൻ. ഞാൻ ഹരി, കെമിസ്ട്രിയിലെ. തൊട്ടപ്പുറത്ത് പറയും ഞാൻ ഉണ്ട്, എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. ഇത് ഞാനും ജോസും. ജെഫിനെ പറ്റി പറയുമായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട് അബി സജസ്റ്റ് ചെയ്തൊരു സ്കീമുണ്ട് ജെഫിനെ ഞങ്ങളുടെ അടുത്ത് എത്തിക്കാൻ. പുതിയ പയ്യനാ, അവന്റെ ജാടകണ്ടില്ലേ, നമ്മളിവന് മൈൻഡ് ചെയ്തോടെ. ജാടൊക്കെയുണ്ടല്ലേ? പിന്നെ നമ്മുടെ അബി എന്തൊക്കെയോ പരിപാടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അവൻ വന്നില്ലേ വരുത്തുന്നു എന്തൊക്കെയൊക്കെ പറയുന്നതായിട്ട്. അവിടാണ് ബക്കറ്റ് സംഭവം നടന്നത്. അമ്മ ഞാൻ ഹോസ്റ്റൽ. ഇവിടെ കുഴപ്പമില്ല. സീനിയേഴ്സൊക്കെ എത്ര പ്രശ്നമാണ്. ഇല്ല ഞാൻ അവരെ മൈൻഡ് ചെയ്യാറില്ല. നോ ഞാൻ ലോണ്ടറി പോകുന്നില്ല. ഐ മാനേജ് ടു ഡു ഇറ്റ് ഓൺ മൈ ഓൺ. എല്ലാം എടുത്തിട്ടുണ്ട്. ബക്കറ്റുണ്ട്. സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ മറക്കുമോ? അമ്മ ഇവിടെ സാധനമുണ്ട്. ബ്രോ, ഒരു 500 ലിക്വിഡ് എടുക്കാം. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു നോക്കാം. ജെഫിന്റെ ബക്കറ്റ് പോയ പിന്നെ അവനാകെ ഡെസ്പായി. എടാ എൻ്റെ ബക്കറ്റ് ഉണ്ടായിരുന്നു. നിന്റെ ബക്കറ്റ് എടുത്ത് നടക്കണമല്ലോ എന്റെ പരിപാടി. ഒന്ന് പോയടാ. പക്ഷെ ഞങ്ങളുടെ പ്ലാൻ ആണെങ്കിൽ വർക്ക് ആയതില്ല. എടാ അവ എവിടെ പോലെ ഇവിടെ തന്നെ അറിയില്ല. അവ എന്നാളാ ഈ ബക്കറ്റ് പോലൊന്നും മറ്റതൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് വരാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് തന്നെ പോയിക്കോളാം അല്ലേ? അല്ലേ എൻ്റെ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടേ പറഞ്ഞാൽ മതി. അവനോടുത്ത സീനിയേഴ്സാണ്. ഞാൻ അഖില്, അബി, ജോസ്. അല്ല, നമ്മളെ പേര് പറഞ്ഞില്ല. ജെഫിൻ. ദുബായാണല്ലേ? അല്ല, മസ്കറ്റ്. അതാണ് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഹോസ്റ്റലിൽ ഒരു പയ്യൻ വന്നപ്പോ പരിചയപ്പെടാന്ന് വിചാരിച്ചു വന്നേ ഉള്ളൂ. പഠിക്കാറല്ലേ? നാളെ സമയം കിട്ടുമ്പോ വൈകുന്നേരം ഞങ്ങൾ റൂമിലോട്ടൊന്ന് വന്നാൽ മതി. ചെറിയൊരു കാര്യം പറയുന്നത്. ശരി അച്ഛനെ, ഞങ്ങൾ ഇറങ്ങാം. आज से पहले, आज से ज्यादा, आज से पहले. എന്റെ റൂമിൽ ചെന്നിട്ട് ഒരു ഷോ അടിക്കുക. ഇവിടെ ആണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല.
ആണോ എന്താ അറിയാതെ സോറി സർ, കണ്ടില്ല. അവന്റെ സോറി. എന്താടാ എന്താ പ്രശ്നം? നിനക്കെന്താ ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്? നീ ഇതിൽ ഇടപെടണ്ട. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും കേൾക്കട്ടെ. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഒന്നും ഉണ്ടാക്കായിരുന്നാണ്. മേടിക്കല്ലേ അപ്പൊ രാത്രിത്തെ കാര്യം മറക്കണ്ട. കേറി വേണം. അല്ല, എന്താ വരാൻ പറഞ്ഞേ? എടാ കാര്യമൊന്നുമില്ല. ഈ വർഷം നമ്മുടെ ഹോസ്റ്റൽ ഡേ വരിക, അതിനെ കുറിച്ച് പ്ലാനിങ് ആയിട്ട് വിളിപ്പിച്ചില്ല. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഡേവിസിനെ കണ്ടത്. അദ്ദേഹത്തിന് പല പല തോൽവികൾ പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഈ ഹോസ്റ്റലിലെ. പിന്നെ കഴിഞ്ഞ വർഷം അവന്മാര് ഹോസ്റ്റൽ ഡേയിൽ പ്രോഗ്രാം നടത്തുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സമയമായപ്പോൾ ഫണ്ടിങ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു നൈസായിട്ട് മാറി. അപ്പോൾ ഈ കൊല്ലം എന്തായാലും നമ്മൾ ഈ ഹോസ്റ്റലിൽ നടത്തിയിരിക്കണം. അതിനെല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ തീരെ വേണം. നീ പാടും? അയ്യോ ഏട്ടാ, ഞാൻ പാടില്ല. അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? വേറെ എന്താ ചെയ്യാൻ പറ്റും? വേറെ ഇപ്പോ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ വേണേല് സ്പോൺസർ ചെയ്യാം. നീ വന്നേ, നമുക്ക് ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ളയാ. ആദ്യം തന്നെ ഹോസ്റ്റലിൽ നടത്തുന്ന ഏട്ടന്മാർക്ക് ഒരു കുപ്പി സ്പോൺസർ ചെയ്യും. കുപ്പിയോ? ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ. നീ ഒരു 500 ഇങ്ങോട്ട് അയക്കോ, ബാക്കി ചേട്ടന്മാരെ നോക്കിയോളാം. ಸಂತೋಷಕ್ಕೆ ಹಾಡು ಸಂತೋಷಕ್ಕೆ ಕುಣಿದ ತಾಳಕ್ಕೆ ಕುಣಿದ ನಲಿದ ರಾಗಕ್ಕೆ ನಲಿದ ನನ್ನಂತೆ. എന്നാലും എന്റെ ബക്കറ്റ് എവിടെ പോയി കാണും? എടാ നീ സമാധാനപ്പെടും, അത് ഇവിടെ എവിടെയെങ്കിലും കാണും. വേണ്ട, എനിക്ക് ആരെടുത്തോ അവനെ കണ്ടുപിടിച്ച് ഇടിക്കണം. എടാ ആ ഡേവിസും ടീമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജൂനിയേഴ്സിനെ പറ്റിക്കാൻ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. ആഹാ, അവനെന്റെ ബക്കറ്റ് എടുക്കുമല്ലേ? എടാ അതിപ്പോ അവനാന്ന് നമുക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ. നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഇപ്പൊ ഈ റൂമിലോട്ട് പോ. സൂക്ഷിച്ചോണേ. എന്റെ പൊന്നബീനൊക്കെ എന്തിന്റെ കുഴപ്പമായിരുന്നു? എടാ അത് നമ്മളെല്ലാരും കൂടെ അല്ലേ? നമ്മള് എന്ത് നമ്മള്? നീ കണ്ടവന്റെ ബക്കറ്റും കട്ടുകൊണ്ട് വന്നിട്ട് നിന്റെ പേര് എന്തൊക്കെ ഉണ്ടാവുന്ന? പറ്റിപ്പോയത്. ആ രാത്രി കഴിഞ്ഞ് പിന്നെ ജെഫിൻ അങ്ങ് സീനായി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താടാ ഇന്നത്തെ കിക്ക് പോയില്ലേ? എനിക്കയാൾ ഇടിക്കണം. ആര്? ഡേവിസിനോ? സുമേഷ് സാറ് ഞങ്ങളുടെ എച്ചോടിയാണ്. ഫസ്റ്റ് ആ ക്ലാസ് സാറിൻ്റെ ആയിരുന്നു. ജസ്റ്റ് 10 മിനിറ്റ് ലേറ്റേ ഉള്ളൂ. സാറിൻ്റെ ഗെറ്റ് ഔട്ട് അടിച്ചു. എൻ്റെ കോലം മാറ്റണമെന്ന്. അയാള് പോലടാ, നീ ഇന്ന് കോളേജിലൊന്നും പോകണ്ട. നമുക്കിരുന്ന് ആ ഹോസ്റ്റലിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ കുപ്പിയോടി പോകുന്നു. എടാ ക്ലാസ് ഞങ്ങൾ വൈകിട്ട് വോളിബോൾ കളിക്കാൻ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ? ഇല്ലടാ, എനിക്ക് എക്സാമിന് പഠിക്കണം, തിരക്കുണ്ട്. നിനക്ക് എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, എൻ്റെ അക്കൗണ്ടിൽ അധികം പൈസ ഇല്ല. പിന്നെ എക്സാം പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എന്തോ നിന്റെ ലാപ്ടോപ്പും പേഴ്സും ഹെഡ്സെറ്റും ഒക്കെ അവന്മാരെല്ലാം എടുത്തോണ്ട്
അവന്മാരുടെ തന്നെ ആണ് ഈ ബക്കറ്റ്, അല്ലാതെ ഇവിടെ ആരും എടുക്കാനാ? അവരങ്ങനെ എടുക്കത്തില്ലടാ. എടാ നിനക്ക് അവന്മാരെ പറ്റി അറിഞ്ഞൂടാത്തോണ്ടോ? എടാ അഭിചേട്ടൻ എന്നെ വിളിച്ചു, ഞാൻ ഒന്ന് പോട്ടെ. നീ ക്ലാസ് ചേർന്നില്ലേ ഇപ്പം? കല്യാണം ഞാൻ തപ്പു പറഞ്ഞു. അപ്പൊ പരിപാടിക്ക് എങ്ങനെയാടാ, ബിരിയാണി പോലെ? അമ്മ ഞാൻ പുറത്താ. ഇല്ല, ക്ലാസ്സിൽ പോറുണ്ട്. എത്ര പേർക്കായിട്ട് എടുക്കുന്നത്? ഇല്ല, ഞാനിപ്പോ സീനിയേഴ്സിന്റെ കൂടെയാ. നോ നോ നോ, ഇറ്റ്സ് ഫൈൻ. അവര് പൈസ അങ്ങനെ ചോദിക്കാറില്ല. I know. Yeah, I know. Yeah, still have many things to do, I know. പിന്നെ ഹോസ്റ്റൽ ഡേ വന്നു. സ്പെഷ്യലായിട്ട് ജെഫിൻ്റെ വക ബിരിയാണി ഓർഡർ ചെയ്തു. പക്ഷെ അന്ന് എനിക്കും അവിടെ ഉള്ള ആർക്കും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. ജെഫിനാകെ സീനാക്കിയ ദിവസം. എന്താ വീട്ടിലെ ഹോസ്റ്റലിലേക്ക് ടോപ്പ് ആയിട്ടിരിക്കുന്നത്? ഒന്നുമില്ല, ഒരു തലവേദന. ഓ, ഇന്നലത്തെ ഹാങ് ഓവർ ആയി. നീ തന്നെ ഇത് പിടിപ്പിൽ ഹാങ് ഓവറിന് ബെസ്റ്റ്. അത് വേണോ? അപ്പൊ അതിന്റെ ആ ഓർമ്മ അപ്പളല്ലേ പിടിപ്പിൽ. ഇത് ഫ്രൈഡ് റൈസ് അല്ലേ, ബിരിയാണി എന്ത് ചെയ്യും? പിന്നെ കിട്ടിയോളൂ, അവിടെ ഇതാ ഉണ്ടാകുമോ? അഭിയല്ലേ പരിപാടി നടത്തുന്നത്, ഇങ്ങനെ ആവത്തുള്ളൂ. അഭിചേട്ടനെ ചീത്ത വിളിക്കുന്നോടാ. ജെഫിന്റെ അടി, അതിന്റെ തിരിച്ചടി. പിന്നെ ഞങ്ങളും കൂടി. അഭി ഉണ്ടായിരുന്നേ, കാര്യമില്ല. ഹോസ്റ്റൽ ഡേ അന്ന് അവൻ മുങ്ങി. എന്നാലും ജെഫിനെന്ത് പണിയാണായി കാണിച്ചത്? സീനിയേഴ്സ് നല്ല പണി കിട്ടുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു അവനൊരു പാവാണെന്ന്. എടാ അവൻ വന്നു കയറിയപ്പോൾ ആളൊരു പാവൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഈ സീനിയേഴ്സിന്റെ കൂടെ കൂടി അവൻ ഇങ്ങനെ നശിച്ചു പോയത്. പിന്നെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അവൻ വേറെ സീനാണ്. അടുത്ത ആഴ്ച എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവർക്കൊന്നും അറിഞ്ഞും കൂടിയില്ല. അതിനിവിടെ റൂമോ വല്ല ഒഴിവുണ്ടോ? അപ്പൊ നീ ഒന്നും കാര്യങ്ങൾ അറിഞ്ഞില്ലേ? എടാ ഞങ്ങൾ പോവോ? ഡേവിസിന് എന്തെങ്കിലും പറ്റിയോ? ഡേവിസിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കാ കുഴപ്പം. അല്ലെങ്കിൽ വാസന ഞങ്ങൾക്ക് ഒരു കലിപ്പായിട്ടിരിക്കുകയായിരുന്നു. ഇതും കൂടെ ആയപ്പോഴത്തേക്കും സമാധാനമായി. ഞങ്ങളാണ് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഊരി പോകുന്നെങ്കിലും പറയാമോ? അഭി ഇപ്പഴും കേട്ടോണ്ടിരിക്കും അവിടെ. അല്ല, അതിന്റെ ഇടയ്ക്ക് നീ എന്തോത്തിനാ കയറി വന്ന്? ഞാൻ അറിയാണ്ട് വാർഡിനോടൊന്ന് സംസാരിച്ച് നോക്കിയാ. എന്നാ നിങ്ങൾക്ക് ഉറങ്ങാൻ വെട്ടിയും കിടക്കെ എടുത്തോണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി നിൽക്കും. അഭിക്കാണേലും ഡേസ് കൊള്ളാനുള്ള ദൂരമൊക്കെ ഉള്ളൂ. അപ്പൊ നീ എങ്ങനെ ദുബായിൽ വന്നു പോകും? മസ്കറ്റ്. ഞങ്ങൾ ഇറങ്ങാം. എന്താണ് എന്താ കാര്യം പറ. ഇത് ചേട്ടനെടുത്തു. എന്റെ പൊന്നി ജെഫിനെ ഞങ്ങൾ നിർത്തി. ഞങ്ങളെല്ലാം നിർത്തി. നിന്റെ അടുത്തും ഇത് മാത്രമേ പറയാനുള്ളൂ. നീ വേറെ എന്ത് വേണമെങ്കിലും വായിക്കും, പക്ഷെ ദയവ് ചെയ്ത് നീ കുടിക്കരുത്. ഏത് നേരത്താന്നുണ്ട് പിന്നെ ഇത് കൊടുക്കാൻ തോന്നിയത്? എന്തായാലും വാങ്ങിയതല്ലേ, ഇത് അവസാനത്തെ ആയിരിക്കണം. ഇത് കഴിഞ്ഞാൽ ഉപയോഗിക്കരുത്. ശരി, കോളേജിൽ കാണും.
അമ്മ സുഖമായിട്ട് പോകുന്നു. തിങ്സ് ആർ ഗോയിങ് ഫൈൻ. ചേട്ടാ ഇതല്ലേ ബോയ്സ് ഹോസ്റ്റല്? ഇത് എവിടെ നിന്ന് വരുമോ? ഞാൻ ബഹറിൽ നിന്ന് വരുവാ. ഇപ്പം നാട്ടിൽ ആദ്യമായിട്ടാണ്, വലിയ പരിചയമൊന്നുമില്ല. ചേട്ടാ സീനിയറാണോ? അതെ. അതായത് ഞാൻ തോമസ്. ഐ എം ജെഫിൻ തോമസ്.